ഹലോ ഗൈസ്, ജിതിനാണ്. സ്പിരിച്വൽ ബഡി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ല പറഞ്ഞായിരുന്നു മണിപ്പൂര് ചക്രയും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള കണക്ഷൻ. ഇനി ഇത് ഓപ്പണായി കഴിഞ്ഞുള്ള അവസ്ഥ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ച് സിംറ്റംസ്, ഈ പറയുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമുക്ക് സ്ഥിരമായിട്ട് ഗ്യാസ്ട്രിക് ട്രബിൾ, അതായത് ഏമ്പക്കം വരിക സ്ഥിരമായിട്ട്. അതേപോലെ നമ്മുടെ നെക്ക് പെയിൻ, സ്ഥിരമായിട്ട് നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, ശരീരത്തിൽ ബ്ലഡ് ഇല്ലായ്മ, എങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ ബോഡിയിൽ. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഐ ഇല്ലേ, റൈറ്റ് ഐനേക്കാളും ചെറിയൊരു സൈസ് ഡിഫറൻസ്, അതായത് തുറന്നിട്ടില്ലാത്തൊരവസ്ഥ എന്തെങ്കിലും ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ ഒരു നെഗറ്റീവ് എനർജി ഇരിക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് എനർജീനെ നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്തോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ഗ്രോത്തോ ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ ഡയറക്റ്റ് എക്സാമ്പിളാണ് ഞാൻ. കാരണം ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു, പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടായിരിക്കും. അത് യൂണിവേഴ്സൽ ലോ ആണത്. അപ്പോൾ ഈ സാധനത്തിന് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ എന്നതിനെ പറ്റിയാണ് ഇത്. ഞാൻ പറഞ്ഞു, 2 ടൈപ്പ് നെഗറ്റീവ് എനർജീസ് നമ്മുടെ ബോഡിയിലോട്ട് വരാം. ഒന്ന് വിടുന്നത്, 2 സ്വയമായി കയറുന്നത്. വിടുന്ന എനർജീസ് നമുക്ക് മാറ്റാൻ എളുപ്പമാണ്. പക്ഷേ കയറി വരുന്ന സംഭവം, അതായത് നമ്മൾ മണിപ്പൂര് ചക്ര ഓപ്പണായിട്ട് ഇമോഷണലി ഇതിനകത്തേക്ക് അതായത് ഞാൻ പറഞ്ഞത് പോകാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലോട്ടൊക്കെ കയറി വരുന്ന എനർജീസ്, ഇതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലറിൻ്റെ ഹെൽപ്പ് വേണം. അവർക്ക് ഇതിനെ റിലീസ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ ലൈറ്റിലോട്ട്. ചില മന്ത്രവാദികളൊക്കെ ആവാഹിച്ചെടുത്ത് മാറ്റി വെക്കും. പക്ഷെ കുറച്ച് കളയുമ്പോൾ കയറി വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറച്ച് ഏജ്ഡായിട്ടുള്ളവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇതിനെ ലൈറ്റിലോട്ട് അയക്കുന്ന നല്ല സ്പിരിച്വൽ ഹീലേഴ്സ് ഉണ്ട്. ഇവരെ നിങ്ങൾ കണ്ടുപിടിച്ച് ഇവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ സാധനത്തിനെ ലൈറ്റിലോട്ട് അയക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കരിയർ വൈസ് ആയാലും ഫിനാൻഷ്യൽ വൈസ് ആയാലും അല്ലെങ്കിൽ സ്പിരിച്വൽ വൈസ് ആയാലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് ഒരു കാമൻ ക്വയറ്റായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ദുരിതങ്ങളും തടസ്സങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ ലൈഫിൽ. ഫിനാൻഷ്യൽ ആയാലും മെൻ്റലി ആയാലും എല്ലാത്തിലും നമുക്ക് തടസ്സങ്ങൾ വരും ഈ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, നമ്മൾ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോവില്ലെന്ന്. പോവില്ല. ഇതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.